ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യുന്നത് 2024 ആഗസ്റ്റ് മാസഫലമാണ്. അപ്പോൾ ഈ ഓരോ ഓഗസ്റ്റ് മാസത്തിൽ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഈ വരാൻ പോകുന്ന ഒരു മാസ കാലഘട്ടം എന്തൊക്കെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരിക എന്നൊരു ധാരണ ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാസഫലം എന്ന് പറയുക. അപ്പോൾ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫലം പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളും നിർബന്ധമായിട്ട് കേൾക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഫലം നിങ്ങൾക്ക് എത്രമാത്രം അനുയോജ്യമാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഫലം കാണുന്നത് നിങ്ങൾക്ക് രാശിഫലമായിട്ട് ചന്ദ്രാൾ വെച്ച് കാണാം, അതല്ലെങ്കിൽ ലഗ്നഫലമായിട്ട് കാണാം കേട്ടോ. ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അക്യുറേറ്റായി നിങ്ങൾക്ക് ഒരു പ്രിഡിക്ഷൻ ലഭിക്കും. നമുക്ക് അധികം താമസിക്കില്ല, നമുക്ക് വീഡിയോ കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തുമെങ്കിൽ നമ്മളിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള കണ്ടന്റ് വരുമ്പോൾ അന്നേരം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. കർക്കിടക രാശി അഥവാ കർക്കിടക ലഗ്നം. പുണർദം കാല പൂയം ആയില്യം അടങ്ങുന്ന 2 നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുക. അപ്പോൾ ഈ കർക്കിടക രാശിക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസം എന്തൊക്കെ ഫലങ്ങളാണെന്ന് നോക്കാം അല്ലേ. 11ാം ഭാവത്തിൽ നമുക്ക് വ്യാഴവും കുജനും കൂടി യോഗം ചെയ്ത് നിൽപ്പുണ്ട്. ഗുരുമംഗള യോഗം എന്നൊക്കെ പറയാം. 9ാം ഭാവത്തിനും വ്യാഴവും 10ാം ഭാവത്തിനും കുജനും കൂടി യോഗം ചെയ്യുന്ന ധർമ്മകർമാതി യോഗം പറയാവുന്ന സമയമാണ്. ശനി 8ാം ഭാവത്തിൽ വക്രത്തിലാണ്. വിപരീത രാജയോഗം പറയാവുന്ന സമയമാണ്. 2ൽ നമുക്ക് ബുധനും ശുക്രനും കൂടി യോഗം ചെയ്ത് നിൽക്കാനായിട്ട് പറയാൻ പറ്റും. ആദ്യത്തെ 1ാം ഭാവത്തിൽ എന്താണ് വരുന്നതായിട്ട് പറയാൻ പറ്റും അല്ലെ, കർക്കിടക രാശി എന്ന് പറയും, കർക്കിടക ലഗ്നം എന്ന് പറയുമ്പോൾ. അപ്പം ഇവിടെ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് ജോബ് റിലേറ്റഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കാൻ നല്ലൊരു സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ. ജീവിതത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാവാൻ അനുകൂലമായ സമയം തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. വളരെ കാലമായിട്ട് ബുദ്ധിമുട്ടി നടക്കുന്നവർക്ക് തൊഴിലൊക്കെ ലഭിക്കാതെ വളരെ കഷ്ടപ്പെട്ട് പല സ്ഥലത്തും അന്വേഷിച്ചു, എന്നിട്ട് തൊഴിലൊന്നും ലഭിച്ചില്ല, പല ഇൻ്റർവ്യൂസും പാസ്സായി എന്നിട്ടും അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിച്ചില്ല എന്നൊക്കെ ദുഃഖിച്ച് നിൽക്കുന്നവർക്ക് ഒരു സമാധാനത്തിൻ്റെ വെളിച്ചം പോലെ ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൊഴിലൊക്കെ ലഭിക്കാൻ നേട്ടമുള്ള സമയത്താണ്. തൊഴിൽ നേട്ടം, തൊഴിൽ യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. ധനാധിപതി ആയ 1ാം ഭാവത്തിലാണ് നിൽക്കുക. ഗുരു 11ാം ഭാവത്തിൽ നമുക്ക് റെക്കമെൻഡേഷനൊക്കെ ലഭിക്കേണ്ട സാധനമെങ്കിൽ അതിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡേഷനൊക്കെ ലഭിക്കാൻ യോഗമുണ്ട്. കുജൻ 11ാം ഭാവത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ സഹായിക്കും. നമുക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്തായാലും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് വേണ്ട കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാനൊക്കെ സാധിക്കുക. ബുധൻ 2ാം ഭാവത്തിൽ നിൽക്കുന്ന നമ്മുടെ അറിവൊക്കെ അവർക്ക് മനസ്സിലാക്കാനും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മുടെ അറിവ് എത്രമാത്രം ഉണ്ട് എന്ന രീതിയിൽ അവർക്ക് മനസ്സിലാക്കിയെടുക്കാനൊക്കെ സാധിക്കുന്ന സമയം തന്നെയാണ്. പൊതുവെ നോക്കിയാൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ് ഈ ആഗസ്റ്റ് മാസം കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം. കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കിയാൽ നോക്കുകയാണെങ്കിലും ഇവർക്ക് 8ൽ ശനി നിൽക്കുന്ന ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെ നമുക്ക് പറയേണ്ട സമയമാണ്. ഏജ് ആയെങ്കിൽ വിവാഹമൊക്കെ കഴിക്കാൻ നോക്കാം. എന്നുവെച്ചാൽ പ്രായമൊക്കെ ആയി, നമുക്ക് നല്ലൊരു ഏജായി, കെട്ടുപ്രായമൊക്കെ കഴിഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കല്യാണത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും നടക്കും. അതല്ല പ്രായമൊന്നും ആയില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഏജ് ആവുന്നുള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടി നല്ല സമയം വരുമ്പോൾ വിവാഹം കഴിക്കാനായിരിക്കും ഉത്തമം എന്ന് പറയുക. എന്നാലും എന്താണ് വിവാഹം കഴിക്കണം എന്ന് നിർബന്ധമൊക്കെ ഉള്ളവർക്കും വിവാഹ ഏജൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാൻ അല്ലെങ്കിൽ ചെറുക്കൻ കിട്ടാൻ പാടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശ്രമിക്കാവുന്നതാണ്, കഴിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നല്ല പങ്കാളിയെ തേടിയൊക്കെ എന്ത് ചെയ്യും, നമുക്ക് അന്വേഷിച്ചാൽ ലഭിക്കുന്നത് തന്നെ ചെയ്യുന്നൊരു സമയമാണ്. കുടുംബത്തിൽ ചില സങ്കടങ്ങൾ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാനും സമയമുള്ള സാധ്യത തന്നെയുള്ള സമയമാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കർക്കിടക രാശിയെ സംബന്ധിച്ചോളം. എല്ലാ കാര്യത്തിനും എന്താണ് ഗുരു ഒന്ന് ശരിയാക്കി തരും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ജീവിതത്തിൽ അതൊക്കെ വ്യാഴത്തിൻ്റെ പ്രസാദം കാരണം എന്താണ് ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ മാസം നല്ല മാസം തന്നെയാണ്. നമ്മുടെ പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലം നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ എന്താണോ പരിശ്രമിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ. അതേപോലെ അനുകൂലമായ ഒരു മാസം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്ന പരീക്ഷകളിലൊക്കെ ആയെങ്കിലും കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ശനി മാത്രമാണ് ചില പ്രശ്നങ്ങളൊക്കെ തരുന്ന സമയം. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുക തന്നെ വേണ്ട, നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോഴായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വേണ്ട വാഹനങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതും എന്താണ് അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പം മരക്കാരാണ് അറിയാമല്ലോ, അപ്പം നമ്മൾ
നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, തെന്നി വരാതെ, ഒരു വീഴ്ചകൾ വരാതെ, അതുപോലെ സ്റ്റെപ്പ് കയറുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ജാഗ്രതയോടെ തന്നെ നീങ്ങണം കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഓക്കെ ആയിട്ട് നമുക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനും, ജാഗ്രത ഉണ്ടെങ്കിൽ എന്താണ് വലിയ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് മാറ്റും. ശുക്രൻ കേതുമായി ചേരുമ്പോൾ നമുക്ക് എന്താണ് ENT റിലേറ്റഡ് ആയിട്ട്, തൊണ്ട റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പെയിൻസ്, തൊണ്ട റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. സോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. ഇനി കുടുംബത്തിലെ സ്ത്രീകൾ അല്ലെങ്കിൽ കർക്കിടക രാശി ജനിച്ച സ്ത്രീകൾ, അവരുടെ കാര്യം പറയുകയാണെങ്കിൽ, ലഗ്നത്തിലൊക്കെ ജനിച്ചവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ രോഗസംബന്ധമായിട്ട് ആരോഗ്യപരമായിട്ടും ഈ പറഞ്ഞ ദുഃഖങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് എന്താണ് അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ ഒന്ന് മറികടന്ന് കെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറേ തടസ്സങ്ങളൊക്കെ മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഈ മാസം എന്താണ് കുറേ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താണ് അനുകൂലമായ കാര്യങ്ങളൊക്കെ സംഭവിക്കും കേട്ടോ. നമുക്ക് ഭർത്താവിൻ്റെ അടുത്ത് നിന്നായാലും കുറച്ചൊക്കെ സ്നേഹങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. ഒന്ന് രണ്ടുപേരും നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് ആയി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ലൈഫ് സ്മൂത്തായിട്ട് പോകാൻ സാധിക്കും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ മാസത്തെ കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ മാസത്തെ അയ്യോ മൊത്തം മോശമാണല്ലോ, നഷ്ടമാണല്ലോ എന്നൊന്നും വിചാരിക്കാതെ നല്ലൊരു പോസിറ്റീവ് തിങ്കോടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫലത്തെ തന്നെ ലഭിക്കും കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു അല്ലേ? നിങ്ങൾക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ഫലം നമ്മുടെ അനുഭവത്തിൽ വരും. ഇപ്പോൾ പലരും നമ്മൾ പറയണ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും മെസ്സേജ് അയക്കാറുണ്ട്, എനിക്ക് ഈ പറയുന്ന ഫലങ്ങൾ, നല്ല ഫലങ്ങളൊന്നും ലഭിക്കാറില്ല, എന്നാൽ മോശ ഫലങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് കിട്ടും, ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് ലഭിച്ചു തുടങ്ങും എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോ എനിക്ക് മാത്രം എന്താ നല്ല ഫലങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തതെന്നല്ലേ? നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരുടെ ജാതകം പരിശോധിച്ചിട്ടോ ഓരോരുത്തരുടെ പ്രശ്നം ചിന്തിച്ചിട്ടൊന്നുമല്ല എന്താ ഈ ഫലം പറയാം. ഇത് പൊതുവേ ഈ മേടൻ രാശിക്കാർക്ക് എന്താണ് ഈ ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പ്രകാരം എന്തൊക്കെയാണ് ഗോചര ഫലമാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഗോചര ഫലത്തിൽ പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ് പറയുക. നമുക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് കൃത്യമായി നമ്മുടെ ഒരു വ്യക്തിക്ക് ഇപ്പം എനിക്ക് എങ്ങനെയാണ് ഈ ഒരു മാസം എന്ന് മനസ്സിലാവും. എൻ്റെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കത് കൃത്യമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്കത് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രവചിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമ്മൾ പഠിച്ചൊരു കാൽക്കുലേഷൻ, പിന്നെ നമ്മളെ ഉപാസന ബലമൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രെഡിക്ഷൻ പറയുന്നല്ലേ. അപ്പം വ്യക്തിപരമായിട്ടുള്ള കാര്യം വേണമെങ്കിൽ നമ്മൾ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു പൊതുവായിട്ടുള്ളൊരു പൊതുഫലം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഫലത്തിലേക്കൊന്നും ആയിരിക്കും ലഭിക്കുക. കാരണം ആ ഒരു ഗ്രഹനില പ്രകാരം, ആ ഒരു മാസത്തെ ഗ്രഹനില പ്രകാരമാണ് ഈ ഫലം ഇടുന്നത്. അത് മാത്രമല്ല മറ്റൊരാൾ ചോദിക്കുന്നതാണ്, ഞാൻ ചന്ദ്രാളാണോ നോക്കേണ്ടത് ലഗ്നാളാണോ നോക്കേണ്ടതെന്ന്. ചന്ദ്രാളൻ നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ട് കാര്യം. ലഗ്നാൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വിധി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. സോ ഒരു മാസഫലം ആയാലും എന്ത് ഫലമായാലും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടും നോക്കുക. നിങ്ങളിപ്പോൾ മേടരാശി ജനിച്ച ഒരാളാണ്, നിങ്ങളുടെ ലഗ്നം എന്ന് പറയുന്നത് മീനമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കർക്കിടകമാണ് വിചാരിക്കുക. അപ്പോൾ ആ കർക്കിടക മാസത്തെ നിങ്ങളുടെ ഫലം ഒന്ന് എടുത്ത് കാണുക. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ട് ഫലം എന്ത് കേൾക്കുക. അപ്പം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് കുറച്ചെങ്കിലും എടുക്കാൻ പറ്റുന്ന അങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ ചന്ദ്രാൾ മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ലഗ്നാൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിലേറ്റഡ് ആയിട്ട് ഗോചര ഫലം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊക്കെ ബാധിക്കാൻ 25 to 30% ഒക്കെയാണ് ബാധിക്കുക. കാരണം കൂടുതൽ നമ്മുടെ ജാതകത്തിലെ പ്രകാരമാണ് നമുക്കൊരു കാലം എങ്ങനെ പോകണം, എങ്ങനെയായിരിക്കും ഒരു മാസം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ടൊരു കാര്യത്തിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ, ഒരു സുപ്രധാനമായ കാര്യത്തിലേക്കാണ് ഇറങ്ങാൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ജാതക പരിശോധന നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്കതിൽ ആ ഒരു ഇറങ്ങുന്ന മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇതിന് ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പൊതുവായിട്ട് വീഡിയോയിൽ അങ്ങനെ അധികം പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവായിട്ട് ഫലം പറഞ്ഞു കഴിയുമ്പം അതിൻ്റെ കൂടെ പൊതുവായിട്ടൊരു നമ്മൾ പറയുമ്പോൾ ഓക്കെ ഇപ്പോൾ ചില തടസ്സങ്ങൾ വരുമ്പോൾ ഇവർ ഈ പൊതുഫലങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ട് ചെയ്യാനുള്ള വഴിപാടുകൾ പോയി ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് അത്ര വലിയ ബെനിഫിറ്റ്, വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. എന്നിരുന്നാലും കൃത്യമായ ഒരു ഫലം, നമുക്കൊരു മരുന്ന് മേടിക്കുകയാണെങ്കിലും നമ്മുടെ രോഗം എന്താണ് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടൊരു മരുന്ന് തരുന്നതും പൊതുവായിട്ടൊരു മരുന്ന് നിർദ്ദേശിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതെല്ലാവർക്കും എന്താവില്ല, സ്യൂട്ടായെന്ന് വരില്ല. സോ ഓരോ വ്യക്തിയുടെ എനർജി ലെവൽ നോക്കിയും അവരുടെ ദൈവാനുഭവം നോക്കി അവരുടെ ഓരോ എനർജിയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ആ വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് എന്ത് വഴിപാടാണ് നൽകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികം എന്ത് ചെയ്യാത്ത ഒരു വീഡിയോയിൽ പൊതുവായിട്ട് നമ്മൾ പറയാത്ത, നമ്മൾ കുറച്ചൊക്കെ ആദ്യം നല്ല രീതിയിൽ എന്താണ്
കമൻസ് വഴിപാടിനെ കുറിച്ച് പറയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വഴിപാടുകൾ ഓരോന്നും പറയാറുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയേണ്ടത് പൊതുവായിട്ടുള്ള ഫലമാണ്. അപ്പം അത് പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, ചെയ്തോടത്ത് ദോഷമൊന്നുമില്ല എന്താണ്. പക്ഷേ നമുക്ക് കൃത്യമായ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ നോക്കിയാൽ മാത്രമേ അത് വ്യക്തിപരമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വിഷയം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലൊക്കെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ വേണ്ടി പേരും നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുക. പേരും നക്ഷത്രം കമൻറ്റ് ചെയ്യണ മുമ്പായിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, പേരും നക്ഷത്രവും കൊണ്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടിലും നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും തീരുമാനിക്കാൻ നമുക്ക് പറ്റും അല്ലേ. നമുക്ക് തീരുമാന ശക്തിയുള്ളവരാണ് മനുഷ്യരെന്ന് പറയുന്നത് അല്ലേ. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ്. എന്നാൽ എടുക്കുന്ന തീരുമാനം എത്രമാത്രം കൃത്യവും വ്യക്തമാകുന്നത് നമ്മുടെ ഓരോ സാഹചര്യവും സമയവും അനുസരിച്ച് മാത്രമാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഓരോ വ്യക്തി ജനിക്കുന്നതും പല സ്ഥലത്തും പല സാഹചര്യത്തിലും പല രീതിയിലും ജീവിച്ചു വളർന്നു വരുന്നവരാണ്. സോ ഇപ്പം നമ്മൾ പറയണം, ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ജനിച്ചവരാണ്, എന്നിരുന്നാൽ പോലും അവരുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യേണ്ട വ്യത്യാസം വരാണ്. കാരണം എന്താ, ഇവർ രണ്ടുപേരും ജീവിച്ച് വളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കും. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും എന്ന് പറയുന്നത് എന്താണ്, വ്യത്യസ്തമായിരുന്നവരാണ് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്. ഇപ്പം എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവുന്ന യാതൊരു നിർബന്ധവും ഇല്ല, ഇന്ന് അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നും യാതൊരു നിർബന്ധവും ഇല്ല അല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സിലാക്കണം ആദ്യമേ. എന്നിട്ട് അതിനും കൂടി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പരിസരം അല്ലെങ്കിൽ നമുക്കൊരു ഇത് കൊടുക്കണം. നമ്മൾ പറയാണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ്, എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടാറില്ലെന്ന് ആദ്യം ചിന്തിക്കണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആദ്യമേ ചിന്തിക്കണം. ഓക്കെ, നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടി നമ്മൾ എത്ര സമയം നീക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തിൽ, നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യം തീരുമാനിക്കണം. ഓക്കെ, നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ജാതക പരിശോധന നോക്കിയാൽ തന്നെ കൂടുതൽ നോക്കുന്ന എന്താണ്, മക്കളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വൈഫിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ. ആരാണ് നോക്കുന്നത് അവരുടെ കാര്യത്തിലേക്ക് അവരെന്ത് ചെയ്യില്ല, ഒത്തിരി ചിന്ത കൊടുക്കാറില്ല. കാരണം അവർക്ക് നല്ലത് വരട്ടെ, അല്ലെങ്കിൽ അവർ നല്ലതാണോ എന്നാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. എന്നാൽ നമുക്ക് കൂടി നല്ലത് വരുത്തിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ ഫാമിലിയിലുള്ളവരുണ്ടാവും ആക്റ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, അത് എന്തൊരു കാര്യത്തില്ല, ഇപ്പം ജാതക പരിശോധന ആയാലും നമുക്ക് എന്തൊരു കാര്യങ്ങളും നിങ്ങൾ സാലറി വരുമ്പോഴായാലും ഒരു നിശ്ചയ പെർസെൻറ്റേജ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കിയേ. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്തായിട്ട് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇപ്പം എന്താണ് ഒരു ജ്യോതിഷത്തിൽ കുറേ എന്താ പറഞ്ഞാൽ, അതും എൻ്റെ ഒരു ഏജ് വെച്ച് ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും എൻ്റെ ഏജിന് കഴിഞ്ഞ് കൂടുതലുള്ള ആരാണ് അല്ലേ. അപ്പം ഇങ്ങനെ ഉപദേശമൊക്കെ നൽകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പം എന്താണ്, എല്ലാ വീഡിയോയും ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറില്ല. ഓക്കെ, ഈ വീഡിയോ എടുത്തപ്പം എനിക്ക് എന്താണ് ഇതിങ്ങനെ പറയണം എന്ന് തോന്നി. ഓക്കെ, ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. നമുക്ക് ആ വീഡിയോയിൽ ആ ഒരു ഫീലിൽ നമുക്ക് ആ എനർജി ഇല്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിലേക്ക് ഇത് ഇപ്പം എത്തേണ്ട മെസ്സേജാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ച് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ആ കമൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് വേണ്ടിയല്ല, ആ കമൻറ്റ് വായിക്കുന്ന വ്യൂവേഴ്സിന്, അല്ല അടുത്ത കാണുന്ന വ്യൂവേഴ്സിന് അവരുടെ ലൈഫിലും അവർക്ക് ആ സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തൊട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത മാസഫലം വരുന്നുണ്ടല്ലോ, ആ ഒരു മാസഫലത്തിൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു മാസം ഈ ഒരു വീഡിയോ വരുന്ന അടുത്ത വീഡിയോ ഒരു മാസത്തെ വരുമല്ലോ. അപ്പോൾ ആ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ആ സെൽഫ് ലവ് ചെയ്തതിനുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത തവണ എല്ലാവരും അടുത്ത മാസഫലം വരുമ്പോൾ ഈ മാസഫലത്തിൻ്റെ വീഡിയോ ഒന്നെടുത്ത് കണ്ടു നോക്കുക. എന്ത് ചെയ്യുക, എന്നിട്ട് കമൻറ്റും അവർക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരിക എന്നൊക്കെ. ഇനി അതല്ലെങ്കിൽ സെപ്റ്റംബർ മാസഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കമൻറ്റ് ഇട്ട്. ചിലപ്പോൾ എനിക്ക് അന്നേരം ഇത് പറയാൻ ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്റ്റംബർ മാസഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ സെൽഫ് ലവ് ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.